എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കാനായിട്ട് വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ് നമ്മുടെ അനീഷ് നമ്മുടെ അനുമോളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ ഒരു വലിയ വിഷയമാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചിട്ടാണ് എനിക്ക് ഇവിടെ സംസാരിക്കാനായിട്ട് തോന്നുന്നത്. ഒരുപാട് പേര് ഈ ഒരു വിഷയത്തിൽ അനീഷിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടു. ശരിക്കും അയാൾ എന്ത് തെറ്റാണ് അവിടെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തെറ്റ് ചെയ്തില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഒരാളോട് ഇഷ്ടം തോന്നിയിട്ട് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും എനിക്ക് നോക്കിയിട്ട് തോന്നുന്നില്ല. എനിക്കങ്ങനെ ഒരു തെറ്റും അതിൽ കാണാനായിട്ട് കഴിയുന്നില്ല. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പലരും പറയുന്നുണ്ട് ഇനി ആകെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളത്, അപ്പോൾ അനീഷിന് പുറത്തിറങ്ങിയിട്ട് ഈ ഒരു വിഷയം പറയാമായിരുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അത് ഓരോ വ്യക്തികളുടെയും മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. ഒരു പക്ഷേ അനീഷിന് പുറത്തിറങ്ങിയിട്ട് ഇത് പറയാനുള്ള ക്ഷമ ഉണ്ടായി കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെയാണ് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളോട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരാളോട് ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നു, അപ്പോൾ അയാളോട് ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ പിന്നീട് ഉണ്ടായ അനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളൂ. അതായത് അനുമോള് പറയുന്നുണ്ട്, എനിക്ക് അനീഷേട്ടൻ ബ്രദറിനെ പോലെയാണ്, എനിക്ക് അനീഷേട്ടനോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് പറയുന്ന സമയത്ത് അനീഷ് പിണങ്ങി മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നത് വെറുതെ അനീഷിനെ ആശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത്. അങ്ങനെ അനീഷ് അവിടെ നിന്നും പിണങ്ങി മാറിപ്പോകുന്നത് കണ്ടു. പിന്നെ പുള്ളിക്കാരൻ ആരോടും സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ അനീഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരാളോട് ഇഷ്ടം അടിച്ചേൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കൊരാളെ ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ അതേ നാണയത്തിൽ തന്നെ അവർക്കും തിരിച്ച് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, ഒരു പക്ഷേ അനീഷിൻ്റെ ഒരു ഗെയിം ആയിരിക്കുമോ ഇതെന്ന്. കാരണം അനീഷിന് ഏതൊരു കാര്യവും വളരെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നൊരു ആൾ തന്നെയാണ് അനീഷ്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അനീഷിനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ മിണ്ടാണ്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് അനീഷിനെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അനീഷിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്നത് ഈ ഒരു അവസരത്തിലാണ്. പിന്നെ ഒരുപാട് പേരും അനുമോളെ ന്യായീകരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. അനുമോൾക്ക് അങ്ങനെയൊന്നുമില്ല, അനുമോളെ പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അനീഷ് ഇങ്ങനെ കാണിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തിൽ അനീഷിന് അനുമോളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൽ അനുമോൾക്ക് നല്ലൊരു പങ്കുണ്ട്. ഇനി അനുമോളുടെ PR എന്നെ വന്ന് തെറി വിളിച്ചാലും കുഴപ്പമില്ല, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അതുപോലെ തന്നെ പറയും. എനിക്ക് ആരെയും സേവ് ചെയ്ത് പറയാനായിട്ട് തോന്നാറില്ല. ആരെയും അങ്ങനെ സേവ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയുമല്ല ഞാൻ. എനിക്ക് ഇന്ന് ബിഗ് ബോസിൽ നിലവിലുള്ള മത്സരാർത്ഥികളിൽ തമ്മിൽ ഭേദം തൊമ്മനാണ് എന്ന് തോന്നിയിട്ടുള്ളത് അനീഷിനെ മാത്രമാണ്. അനീഷിനാണ് എനിക്ക് കുറച്ചെങ്കിലും റിയലായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അനുമോളുടെ ഗെയിമിനോട് എനിക്ക് നേരത്തെ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അനുമോൾ എന്ത് ഗെയിമാണ് അവിടെ കാണിക്കുന്നത്? അനുമോൾക്ക് വേണ്ടിയിട്ട് പലരും യുദ്ധം ചെയ്യുന്നുണ്ട്, യൂട്യൂബേഴ്സുകൾ തമ്മിലൊക്കെ. അപ്പോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം പുള്ളിക്കാരത്തി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, കിച്ചൺ ടീമിൽ കയറി നിന്ന് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്നു, ഫുഡ് വിളമ്പുന്നു, എന്നിട്ട് ഭക്ഷണത്തിൻ്റെ പേരിൽ അവിടെ കിടന്ന് അലമ്പ് കാണിക്കുന്നു. ഇതൊക്കെയാണ് പുള്ളിക്കാരത്തി അവിടെ ചെയ്യുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു പുതപ്പിൻ്റെ വിഷയം കൊണ്ടുവന്നതും പുള്ളിക്കാരത്തി തന്നെയാണ്. പുള്ളിക്കാരത്തി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അപ്പോൾ അത് കള്ളമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പുതപ്പിൻ്റെ കേസായിരുന്നു പിന്നെ കുറേ നാൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജാക്കി കേസ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഒരു പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവ എടുത്തിട്ട് കാണിക്കുന്ന സംഭവങ്ങൾ, പിന്നെ ചുമ്മാതെ നേരവും കരച്ചിലും പിഴിച്ചിലും, ഇതൊക്കെ തന്നെയായിരുന്നു ഈ പുള്ളിക്കാരത്തിയുടെ ഗെയിം എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി അവരുടെ ഗെയിം ഇഷ്ടമല്ല. പക്ഷേ സ്റ്റാർ മാജിക്കിലെ അനുമോളെ എനിക്കിഷ്ടമാണ്. ബിഗ് ബോസിനുള്ളിലെ
അനുമോളോട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ എന്ന് കരുതിയിട്ട് അനുമോളോട് നമുക്ക് താല്പര്യം ഇല്ല എന്ന് കരുതിയിട്ട് നമ്മൾ അനുമോളെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നത് അല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ ശരിയായിട്ട് എൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണോ അതാണ് ഞാനിവിടെ തുറന്നു പറയുന്നത്. ശരിക്കും അനുമോളുടെ ഭാഗത്തുണ്ടായ വീഴ്ച എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരാളോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല എങ്കിൽ ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഇഷ്ടം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഇത് ഉണ്ടാവാനേ പാടില്ല. നമ്മുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇളക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നമ്മൾ കാണിക്കരുത്. നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുള്ളിൽ അനുമോൾ കാണിച്ചിട്ടുള്ള ഓരോരോ കോപ്രായങ്ങൾ. ഷാനവാസ് ഇരുന്നിട്ട് അനുമോളെ കൂടി നിർത്തിയിട്ട് അനീഷിനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ പേര് പറഞ്ഞിട്ടൊക്കെ കളിയാക്കും. ഈ ഒരു കളിയാക്കുന്ന സമയത്ത് പലപ്പോഴും അറ്റത്ത് ഷാനവാസ്, സെൻറ്ററിൽ പിന്നെ അനുമോൾ, അതിൻ്റെ അപ്പുറത്തായിട്ട് അനീഷ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് അനുമോളുടെ പേര് പറഞ്ഞിട്ട് ഷാനവാസ് കളിയാക്കുന്ന സമയത്ത് അപ്പോൾ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിക്കാം അനുമോൾക്ക്. വേണ്ട, ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള നിങ്ങൾ എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു നല്ലൊരു സുഹൃത്തായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഷാനവാസിക്ക ഈ ഒരു പേര് പറഞ്ഞ് ഇനി കളിയാക്കരുത്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ അനുമോൾ അത് സ്റ്റോപ്പ് ചെയ്യിക്കണമായിരുന്നു. അവിടെയാണ് അനുമോളുടെ ഭാഗത്തുള്ള വീഴ്ച എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും പല സാഹചര്യങ്ങളിലും നമുക്കറിയാം ഒരുപാട് തവണ അനീഷിനെ അനുമോളുടെ പേര് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. അതൊക്കെ മാറി നിന്ന് ആസ്വദിക്കുന്ന ഒരു അനുമോളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അനുമോൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നവർ എൻ്റെ അടുത്ത് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ അത് തമാശയ്ക്കായാലും സീരിയസ് ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മറ്റൊരു വ്യക്തിയുടെ പേര് പറഞ്ഞ് എന്നെ ഒരാൾ തമാശയ്ക്കാണെങ്കിൽ പോലും കളിയാക്കുന്ന സമയത്ത് എനിക്കത് ഇഷ്ടമല്ല എങ്കിൽ, അത് ഞാൻ ആസ്വദിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും എനിക്ക് പറയാം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുത്, എനിക്ക് ആ ഒരു വ്യക്തിയോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ആവശ്യമില്ലാത്ത ടോക്കുകൾ വേണ്ട എന്ന് അനുമോൾക്ക് പറയാം. എന്നിട്ട് ഇപ്പോൾ അനീഷ് വന്ന് ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അനുമോൾ അത് ഭയങ്കര ബദ്ധശത്രു ആയിരുന്ന ആദിലേരടുത്ത് ചെന്ന് പറയുന്നു, പോം വഴി തേടുന്നു, കൈകാലിട്ടടിക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് ഒട്ടും ഒരു രസവും തോന്നുന്നില്ല സത്യത്തിൽ. പക്ഷെ അനീഷ് കാണിച്ചത് ശരിയല്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അനുമോൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് പിണങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഒരു സോറി പറയാം, സോറി ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു, നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, സോറി എന്ന് പറഞ്ഞിട്ട് പോവാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കരുതണ്ട, ഞാനിങ്ങനെ പറഞ്ഞതായിട്ട് പോലും നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞങ്ങൊഴിഞ്ഞു മാറിപ്പോവാം. അതിൻ്റെ പേരിൽ ഇപ്പോൾ പിണങ്ങി നടക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. അനുമോളുടെ ഭാഗത്ത് നിന്ന് പല രീതിയിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അനുമോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മാറിയിരുന്നിട്ട് അനീഷിനെ നോക്കിയിട്ട് ഒറ്റ കണ്ണടച്ച് കാണിക്കുന്നു, കയ്യിൽ ലവ് കാണിക്കുന്നു, അങ്ങനെ പല രീതിയിലും. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന പില്ലോ ഉണ്ടല്ലോ, ഐ ലവ് യു എന്ന് എഴുതിയിരിക്കുന്ന പില്ലോ എടുത്തിട്ട് ആ ലവ് യു എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം തന്നെ എടുത്തിട്ട് അനീഷിൻ്റെ കൈ കൊടുത്തിട്ട് അനുമോൾ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളും ചേഷ്ടകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് അനീഷേട്ടാ എന്ന് പറഞ്ഞിട്ട് അനീഷേട്ടാന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ കാണിക്കും, അങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ബിഗ് ബോസ് വീടാണത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പുള്ളിക്കാരനാണെങ്കിൽ സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭാര്യ ഉണ്ടായിരുന്നു, ഡിവോഴ്സായി പോയി, കുറേ നാളായിട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അനുമോൾ 30 വയസ്സുള്ള പെൺകുട്ടിയാണ്, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രഷൊക്കെ തോന്നും. ഈ പറയുന്ന അനീഷിന് അനുമോളോട് ക്രഷ് തോന്നി എന്നുള്ളൊരു സംഭവം തന്നെ അനുമോൾ തന്നെയാണ് അത് പുറത്തേക്ക് വലിച്ചിട്ടത്. അനീഷേട്ടന് ഇവിടെ ആരുടെടുത്തെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അനീഷ് തന്നെയാണ് പറഞ്ഞത്, എനിക്കിവിടെ അനുമോളെന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്, ആ കുട്ടി എനിക്ക് മേക്കപ്പൊക്കെ ഇട്ട് തരുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ക്രഷ് തോന്നിയിട്ടുണ്ട്, അത് ലവ് അല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് കേട്ടിട്ട് ആ ഒരു സമയത്ത് അനുമോൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. അനുമോൾ തന്നെയാണ് അനീഷിന് ഇട്ട് കൊടുത്തത്. പിന്നീട് അതുപോലെ തന്നെ ഷാനവാസ് അത് ഊതിപ്പെരുക്കി തമാശയ്ക്ക് ഇങ്ങനെ രണ്ടുപേരെയും തമ്മിൽ കളിയാക്കിയപ്പോൾ അനുമോൾ അത് ആസ്വദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പുള്ളിക്കാരനാണെങ്കിൽ അത് തെറ്റിദ്ധരിച്ചു.
അതാണ് ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നീട് പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എങ്കിൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോയതിന് ശേഷം ഇതേക്കുറിച്ച് സംസാരിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അയാളുടെ മനസ്സ് അപ്പം തന്നെ ചോദിക്കണമെന്നായിരിക്കും തോന്നിയിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അയാൾ അത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞാൽ അനുമോള് തന്നെയാണ്. ഇപ്പോൾ അനുമോൾക്ക് ഭയങ്കര ടെൻഷൻ, ഇനി പുറത്ത് നെഗറ്റീവ് ആവോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള ഭയങ്കര ഒരു വെപ്രാളം കാണിക്കുന്നുണ്ട് അനുമോള്. പക്ഷേ അവിടെയെന്ന് വെച്ചാൽ ഈ അനീഷ ആയിരിക്കും കൂടുതൽ നെഗറ്റീവ് ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ അനുമോൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാൻസ് പവർ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് PR-കളും ഉണ്ട്. അതുപോലെ അനീഷിന് PR ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അനീഷിന് ഇപ്പോൾ അത്യാവശ്യം ഫാൻസൊക്കെ ഉണ്ട്. ഇവർ തമ്മിലാണ് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്, അനുമോളും അനീഷും തമ്മിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് അനീഷിനെ അത് ദോഷം ചെയ്യത്തുള്ളൂ. കാരണം അനീഷ് അതിനെ അംഗീകരിച്ചിട്ട് ഓക്കെ പറഞ്ഞ് പോയിരുന്നെങ്കിൽ വിഷയമല്ലായിരുന്നു. അനീഷ് അതിന് ശേഷം അങ്ങനെ ആരുടെ മിണ്ടുന്നില്ല. പുള്ളിക്കാരൻ ഇത് പ്രാങ്കാണെന്ന് പറയുന്നവരും ഉണ്ട്, അല്ലാതെയാണ് എന്ന് റിയലാണെന്ന് പറയുന്നവരും ഉണ്ട്. അത് എന്താണ് അതിൽ വാസ്തവം എന്നുള്ള കാര്യം നമുക്കറിയില്ല, അത് അനീഷിനും മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അനുമോൾക്ക് വേണ്ടിയിട്ട് കൈകാലിട്ടടിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലും നാവും ഉപയോഗിച്ച് നന്നായിട്ട് എതിർത്ത് സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്തൊന്നും പറയുന്നില്ല. ഇത് ഞാൻ ജനങ്ങളോടാണ് പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ വീഡിയോകൾ കാണുന്ന ആളുകളോടാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. ശരിക്കും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഈ പറയുന്ന അനുമോൾക്ക് തന്നെയാണ്. നമ്മൾ നോ പറയേണ്ടടുത്ത് സ്റ്റാർട്ടിങ്ങിലെ പറയണം. ഒരാൾ ഇങ്ങനെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അനീഷ് നമ്മൾ കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലുള്ള ചിരിയും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ആദിലയോടടുത്ത് ചെന്നിട്ട് അനുമോൾ പറയുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് അനീഷേട്ട എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് പാത്രം കഴുകി തരും, എനിക്ക് ചായ ഇട്ട് തരും, എനിക്ക് അത് തരും, ഇത് തരും, ആ ജോലി സഹായിക്കും, ഈ ജോലി സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലയുടെ അടുത്ത് പറയുന്നുണ്ട് അനുമോൾ ഈ ഒരു സംഭവം. പക്ഷെ അപ്പോഴും അനുമോൾക്ക് തോന്നിയില്ലേ, നമുക്ക് നമ്മുടെ അടുത്ത് സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരാൾ പെരുമാറുമ്പോൾ നമുക്കത് മനസ്സിലാവേണ്ടതാണ്. അനുമോള് പൊട്ടിയെന്നല്ലല്ലോ, പുതപ്പിനകത്ത് എന്താ നടന്നതെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര വ്യഗ്രത ഉണ്ടായിരുന്നല്ലോ. CID പണിക്കൊക്കെ കൊണ്ടുവന്ന് ആക്കിയാൽ മതിയല്ലോ. ഒറിജിനൽ CID പോലും മാറിയിരിക്കും അനുമോൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നതിന്. അപ്പോൾ എന്തായാലും ഷാനവാസ് അനീഷിനെയും അനുമോളെയും നിർത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തെങ്കിലും അനുമോൾക്ക് അനീഷിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഷാനവാസിനെ വിലക്കാമായിരുന്നു. അങ്ങനെ പറയരുത്, നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അനീഷേട്ടൻ എനിക്കൊരു ബ്രദറിനെ പോലെയാണ്, അങ്ങനെ പറയരുത് ഷാനവാസിക്ക എന്ന് പറഞ്ഞ് ആ ഒരു സ്പോട്ടിൽ സ്റ്റാർട്ടിങ്ങിലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെ ആവില്ലായിരുന്നു. ഇതിപ്പോൾ എല്ലാ കുറ്റവും അനീഷിൻ്റെ തലയിൽ തന്നെ വന്നു. അനുമോളെ വെയിറ്റ് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പുറത്ത് ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് വിഷയമൊന്നുമില്ല, അനുമോൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അനുമോളുടെ ഫാൻസും PR-ഓളികളൊക്കെ വന്നിട്ട് കമൻ്റ് ഇട്ട് തെറി വിളിക്കാൻ വരികയാണെങ്കിൽ പൊന്നു മക്കളെ, നല്ല ഒന്നാം തരം മറുപടി പച്ചത്തെറിയായിട്ട് ഞാനും തിരിച്ചങ്ങോട്ട് തന്നേക്കും. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആരെയും തെറി വിളിക്കാറില്ല, മാന്യമായ രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്ത് മുന്നോട്ട് വരുന്നത്. പക്ഷേ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരിച്ച് നല്ല വൃത്തിക്ക് തരും, അത്രേ പറയാനുള്ളൂ. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.